ഹലോ, ഗഗനചാരി ട്രെയിലർ കണ്ടു. ഇന്ത്യൻ സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെൻ്ററി ഫിലിം. മോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ ഫിക്ഷനായിട്ടുള്ള ഒരു കഥയെ ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ സറ്റേറിക്കലായി അവതരിപ്പിക്കുന്നു. വിദേശത്തൊക്കെ ഇത് ഫേമസ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും മുമ്പോട്ട് പോയി 2043 കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. അതും വളരെ ഹ്യൂമറസായി. ഫ്യൂച്ചറിസ്റ്റിക് ഫീൽഡിലുള്ള കോമഡികൾ. 2025 കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് ഹിസ്റ്ററിയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വിലവർധനവ് ഉണ്ടായത് 2025 അതിൻ്റെ പേരിലുണ്ടായ സമരത്തിൽ നാട് മുഴുവൻ കത്തിയെന്നും ഗോൾഡിനും ഡ്രഗ്സിനും പകരം ആളുകൾ പെട്രോൾ കള്ളക്കടത്ത് നടത്തിയെന്നുമൊക്കെ ഏലിയൻ ഹണ്ടറായ ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടർ പറയുന്നതും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പുറകിൽ കിടന്ന് തള്ളുന്ന സ്വഭാവത്തിന് 2043 യാതൊരു മാറ്റവും ഇല്ലെന്ന് പറയുന്നതുമൊക്കെ കൗതുകകരമായി തോന്നി. പ്രധാന വേഷത്തിൽ വരുന്നത് ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എന്നിവരാണ്. സംസാരത്തിനിടയിൽ പലയിടത്തും ഇങ്ങനെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിനാരിയൊക്കെ കളിയാക്കുന്നുണ്ട്. ഏലിയൻ്റെ രൂപത്തിലാണ് അനാർക്കലി മരിക്കാർ വരുന്നത്. വിദേശ സിനിമകളിൽ കണ്ടിരുന്ന ഏലിയൻസൊക്കെ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും. ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ നമ്മുടെ മലയാളത്തിലും കൊണ്ടുവന്നത് അഭിനന്ദനം അറിയിക്കുന്നു. സയൻസ് ഫിക്ഷൻ ജോണർ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ ആകർഷിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. സാജൻ ബേക്കർക്ക് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സിനിമ.